ഇന്നത്തെ വീഡിയോ മുതിരയും പൂളയും വെച്ചുള്ള ഒരു കൂട്ടാണ് കേട്ടോ. മുതിരപ്പൂളപ്പുഴുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ മുതിരയിൽ ധാരാളം പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ മാത്രമല്ല, ധാരാളം അയണും കാൽഷ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പരിപ്പ് വർഗ്ഗങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് ഈ മുതിരയിലാണ്. ഇത് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ LDL കൊളസ്ട്രോൾ, അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് HDL നല്ല കൊളസ്ട്രോൾ അതിനെ കൂട്ടാൻ കഴിയും. പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ്. കൊഴുപ്പിനെ കളയുന്നു മാത്രമല്ല, ഈ അമിതവണ്ണമുള്ളവർക്ക് മുതിര കഴിച്ചാൽ ഇത് ഇത്തിരി ദഹിക്കാൻ ടൈം എടുക്കും. അപ്പോൾ വിശപ്പ് കൂടുതലായിട്ടുണ്ടാവില്ല. അങ്ങനെ മുതിരയുടെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ അതല്ലല്ലോ ഇവിടെ നമ്മൾ മുതിരപ്പൂളപ്പുഴുക്കല്ല ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് മുതിര ചുവട് കട്ടിയുള്ള പാത്രം ചൂടാക്കിയിട്ട് അതിലിട്ട് ഫ്രൈ ആക്കുകയാണ്. ഇത് വറവായി കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കണ സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാ സൗണ്ടും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുതിര വറവായി എന്നർത്ഥം. അതുവരെ നമുക്ക് ഫ്രൈ ആക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടോ. ഇനി സ്റ്റവ് ഓഫാക്കിയ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഈ ചൂടിൽ തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അരമണിക്കൂറെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ മുതിരയിൽ മിക്കവാറും കല്ലുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേശ്ശെ പാത്രത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴിച്ച് ഇതിലെ കല്ലൊക്കെ ഒന്ന് എടുക്കാം. ഇതുപോലെ അവസാനം വരെ നമ്മളിങ്ങനെ അരിക്കണ സമയത്ത് ഈ പാത്രത്തിൻ്റെ അടിയിൽ കല്ല് ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ, മുതിരയെ പോലെ തന്നെ തോന്നിക്കണ കറുത്ത കല്ലുകളാണത്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. മുതിരയിൽ അത്യാവശ്യം വെള്ളം വേണം കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മളിനി ഇതിലേക്ക് പൂള ഇട്ട് വേവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി വെള്ളം അധികമായി പോയാലും അത് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളം കുറഞ്ഞ് അടിക്ക് പിടിക്കാതെ വേവിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ഈ പൂളയൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതൊരു 750 ഗ്രാം പൂള ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി കഴുകി നമുക്ക് കൊത്തിയെടുക്കണം. ഈ മുതിര ഉണ്ടല്ലോ, അത് ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നതാണ്. വീട്ടിൽ പ്രായമായവരൊക്കെ മുതിര വെച്ച് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ തണുപ്പ് കാലത്ത്? അപ്പോൾ അതുകൊണ്ടാണ് ബോഡി ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും മുതിര ചൂടുകാലത്തൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ മുതിര വെക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ തണുപ്പുള്ള എന്തെങ്കിലും അതിൽ ചേർത്തിട്ട്, ഇപ്പോൾ പൂള തണുപ്പല്ലേ, അപ്പോൾ പൂളയെ പോലെ തന്നെ ചേമ്പ്, ചേമ്പിൻ തണ്ട്, ചേനത്തണ്ട് ഇതൊക്കെ ചേർത്ത് വെക്കാം കേട്ടോ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എന്തെങ്കിലും മെൻസ്ട്രുവൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മുതിര വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ ആ സമയത്ത് നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ വല്ലാതെ കുറയില്ലേ? അപ്പം അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ മുതിര വേവിച്ച് കഴിക്കുന്നത്. ഇപ്പോൾ പൂള കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളിയും കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ 2 വിസിലിനാവില്ല വേവുക. അത് അവരവരുടെ കുക്കറിനനുസരിച്ച് ചെയ്യുക. നമുക്കിപ്പോൾ ഇത് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. മുതിര എടുത്തിട്ട് വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയും കേട്ടോ വെന്തിട്ടുണ്ടോയെന്ന്. വെന്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൂള ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൂളയിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വീണ്ടും 2 വിസിൽ വരുന്നത് വരെ നമുക്ക് തീയിൽ വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 വിസിലിന് ശേഷം കുക്കർ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു.
ഇതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തിടണം. അതിന് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഉണക്കമുളക്, പിന്നെ കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയും പൂളയും, വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തോടെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വെള്ളം നന്നായി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതുപോലെ നമ്മുടെ തവി കൊണ്ട് ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ ഗ്രേവി ടൈപ്പിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്റ്റവ് ഓഫാക്കാം. അതല്ല ഒന്ന് നന്നായി വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. അങ്ങനെ മുതിരപ്പൂളക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അതല്ല ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.